ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ബട്ടർ കുക്കീസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയാൽ നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ ധൈര്യമായിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റ് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് 220 ഗ്രാം മൈദ, 50 ഗ്രാം ഐസിങ് ഷുഗർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 200 ഗ്രാം ബട്ടർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മൈദ എടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് നല്ല രുചിയാണ് ഈ ബട്ടർ കുക്കീസിന്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാം. വേറൊരു വലിയ ബൗളിലേക്ക് ഒരു 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഈ ബട്ടറിൻ്റെ കളർ ഒരു ലൈറ്റ് കളറാകുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്യണം. അതിലേക്ക് വാനില എസൻസ് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഐസിങ് ഷുഗർ നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ച് കട്ടയില്ലാതെ ബട്ടർ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഐസിങ് ഷുഗർ നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. സൈഡ്സ് എല്ലാം നന്നായിട്ടൊന്ന് വടിച്ച് അതിലേക്കിട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വീണ്ടും സൈഡ്സ് എല്ലാം നന്നായിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 പ്രാവശ്യമായിട്ട് അതേ അരിപ്പ് വെച്ചിട്ട് നമുക്ക് മൈദ അതിലേക്ക് അരിച്ച് ചേർക്കാം. മൈദയിൽ നമ്മൾ കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ചേർത്ത് ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പം മൈദ മുഴുവനായിട്ട് അരിച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി വീണ്ടും ആ ബീറ്റർ വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. സൈഡ്സൊക്കെ ഒന്നുകൂടെ ഒന്ന് വടിച്ച് ഇട്ടിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ആയി കിട്ടും ഈ മിക്സ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ബീറ്റർ വെച്ച് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേയിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ആക്കി വയ്ക്കാം. ഒരു ഐസിങ് ബാഗിൽ നമ്മൾ ഒരു ഐസിങ് നോസിൽ സ്റ്റാർ നോസിലാണ് അതിട്ട് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഇനി വേറെ ഒരു ഐസിങ് ബാഗ് എടുത്തിട്ട് പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതൊരു ജഗ്ഗിനകത്തോട്ടോ വല്ലതും ആക്കി കൊടുത്തിട്ട് നമുക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഐസിങ് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം. അപ്പം അങ്ങനെ മുഴുവനായിട്ട് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ അറ്റം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ബാഗ് നമ്മൾ ഐസിങ് നോസിലിട്ട ആ ബാഗിലേക്ക് നമുക്ക് ആക്കി കൊടുക്കണം. അതിനു മുമ്പ് ആദ്യത്തെ ബാഗ് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ട് വേണം മറ്റേ ബാഗിലേക്ക് നമ്മൾ ഇറക്കാൻ. ക്ലിപ്പോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡോ ഇട്ട് നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ ഇട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് ഇതുപോലെ നമുക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ട് ഇതുപോലെ എല്ലാം സ്ക്വീസ് ചെയ്തിട്ട് ഒരു 8-10 മിനിറ്റ് ഇത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ. അപ്പം 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രി തന്നെ 15 മിനിറ്റ് കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ബേക്ക്ഡായിട്ട് കിട്ടും. അപ്പം നമ്മുടെ കുക്കീസ് എല്ലാം പെർഫെക്റ്റായിട്ട് ബേക്ക്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂട് മാറിയിട്ട് മാത്രമേ നമ്മളിത് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. താങ്ക് യു.